നല്ല പഴുത്ത് നോക്കി 4 തക്കാളി അതും ഇതുപോലെ ഒന്ന് നടുക്കെ 2 കീറലിട്ട് കൊടുക്കണേ. അതൊരു ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് 2 വറ്റൽമുളകും ചേർത്തിട്ട് അത് മുങ്ങാൻ പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ദാണ്ടെ ഇതുപോലൊന്ന് വേവിച്ചെടുക്കണേ. ഇനി അത് തണുത്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒന്നിട്ട് കൊടുക്കണേ. അപ്പോൾ ഈ തക്കാളി ഇട്ട് കൊടുക്കാം, പിന്നെ ആ വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. ഇനി ആ തക്കാളി വെന്ത വെള്ളത്തിൽ നിന്ന് ഒരല്പം വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. ദാണ്ടെ ഇതുപോലെ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു ചട്ടി, ആ ചട്ടി തന്നെ എടുത്തോ. ഇനി അതിലേക്ക് ആ തക്കാളിയുടെ മിക്സും, ഇനി തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഉണ്ടാവും, അത് നല്ല ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ. അതും ചേർത്തിട്ട് ഇനി ഒരല്പം വെള്ളവും ചേർത്തിട്ട് കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കണേ. ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് മല്ലിയിലയോ ഇനി കറിവേപ്പിലയോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു കറി റെഡിയായി. ട്രൈ ആക്കിക്കോ. ഇത് കണ്ടാലൊരു രസത്തിന്റെ ലുക്ക് ഉണ്ടെങ്കിലും ഇത് രസമല്ല കേട്ടോ. പക്ഷെ ഇതൊരു ഒഴിച്ചു കൂട്ടാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ സൈഡിലൊരു മീൻ പൊരിച്ചത് അതും കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായി. അപ്പം ഇങ്ങനെ ട്രൈ ആക്കുക.